Hi friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മളുടെ Commerce Bytes we are having 13 playlists created exclusively for Kerala Set students paper 1 and paper 2 Commerce. കൊമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു പ്ലേലിസ്റ്റാണ് ഉള്ളത്. അതിൽ തന്നെ നമ്മളൊരു 22 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പേപ്പർ 1ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 200+ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾ ആസ് ഫോർ യു, നിങ്ങളുടെ ഈസിലി ആക്സസിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെയിലി ടോപ്പ് മിനി സീരീസ് എന്നും ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ഓരോ ഇയറിൽ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇയർ വൈസ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി പോകാനുള്ള ചാൻസസ് ആണ് നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മളിപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഇത് നമ്മളുടെ വൺ ഓഫ് അവർ സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, സോ ടോട്ടലാക്കി നോക്കിക്കഴിഞ്ഞാൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 13 പോയിൻറ്റ്സ് ആണ്. ഐ വിൽ ട്രൈ ടു ഷോട്ട് ഡൗൺ ദറ്റ് വീഡിയോ. ഒറ്റ വീഡിയോയിലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം. പറ്റിയില്ലെങ്കിൽ നമ്മൾ പാർട്ട് 1 ആയിട്ടും പാർട്ട് 2 ആയിട്ടും നാളെയും നിങ്ങൾക്കൊരു വീഡിയോ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു അവർ ടോപ്പിക്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് എഫക്റ്റീവ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. സോ ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഒരു എഫക്റ്റീവായിട്ടൊരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് നല്ല രീതിയിലായിട്ടുള്ള ഒരു എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം, അതും ഇൻവെൻട്രീസിന് ഒരു എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലേ? സോ ഒരു എഫക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യാനും നമ്മളുടെ കോസ്റ്റ് കുറയ്ക്കാനും അതുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ നമ്മൾക്ക് ഇനിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ടൂൾസ് ഓഫ് ടെക്നിക്സും നമ്മൾക്ക് ഇനി അങ്ങോട്ട് നോക്കാം, റൈറ്റ്? ടോട്ടലായി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 13 ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് നമുക്കുള്ളത്. സോ സമയം കളയാതെ തന്നെ നമുക്ക് വേഗം അങ്ങോട്ടേക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റോക്ക് കൺട്രോൾ. സോ ആ ഒരു പോയിന്റിൽ തന്നെയുണ്ട് അതിൻ്റെ മീനിങ്, അതായത് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റോക്ക് കൺട്രോൾ. എത്രത്തോളം സ്റ്റോക്കാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്, ആ ഒരു ഡിറ്റർമിനേഷനാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇതിൽ പറയുന്ന ലെവൽസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിമം ലെവൽ, മാക്സിമം ലെവൽ, ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്ന കുറച്ചധികം പോയിൻറ്റ്സ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഈ ടോപ്പിക്കിൽ വരുന്ന മെയിനായിട്ടുള്ള മറ്റൊരു ലെവൽ എന്ന് പറയുന്നത് റീഓർഡർ ലെവലാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ മിനിമം ലെവൽ. മിനിമം ലെവൽ എന്ന് പറയുമ്പോൾ ദ ക്വാണ്ടിറ്റി വിച്ച് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ഹാൻഡ് അറ്റ് ഓൾ ദ ടൈം. നമ്മളുടെ കയ്യിൽ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു മിനിമം ലെവലാണ് മിനിമം ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ സ്റ്റോക്ക് ആർ ലെസ് ദാൻ മിനിമം ലെവൽ ദെൻ ദ വർക്ക് വിൽ സ്റ്റോപ്പ് ഡ്യൂ ടു ദ ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ ആ ഒരു മിനിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വർക്കിംഗ് സ്മൂത്ത്നെസ് അവിടെ ബ്രേക്ക് ആവും, നമ്മൾക്ക് അവിടെ ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ വരും. സോ എപ്പോഴും ഒരു മിനിമം ലെവൽ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക, അതാണ് മിനിമം ലെവൽ. സോ ഫസ്റ്റ് പോയിൻ്റ് നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്. നെക്സ്റ്റ് പോയിൻറ്റിലേക്ക് പോകുന്നതിന് മുന്നേ 2-3 ടേംസ് എനിക്ക് ഇതോടൊപ്പം തന്നെ ആഡ് ഓൺ ചെയ്യാനുള്ളത്. ലീഡ് ടൈം എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലീഡ് ടൈം എന്ന് പറയുന്നത് എ പർച്ചേസിംഗ് ഫേം റിക്വയർസ് സം ടൈം ടു പ്രോസസ് ദ ഓർഡർ ആൻഡ് ദ ടൈം ഇസ് ഓൾസോ റിക്വയർഡ് ബൈ സപ്ലൈയിങ് ദ ഫേം ടു എക്സിക്യൂട്ട് ദ ഓർഡർ. ഈ ഒരു ടൈമിനെയാണ് ലീഡ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് അറിയാം ഒരു പർച്ചേസിംഗ് ഫേം, ഇപ്പം നമ്മൾ ഒരു പർച്ചേസിംഗ് ഫേമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു അവരുടെ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ ഒരു ഇൻ ബിറ്റ്വീൻ നമുക്ക് വരുന്ന ആ ഒരു ലാഗ് ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ലീഡ് ടൈം എന്ന ഒരു ടേം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ലെവൽ, ദാറ്റ് ഇസ് റീഓർഡർ ലെവൽ. റീഓർഡർ ലെവൽ എന്ന് പറയുമ്പോൾ വെൻ ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റീച്ച് എ സർട്ടൻ ഫിഗർ ദെൻ ഫ്രഷ് ഓർഡർ ഇസ് സെൻഡ് ടു ഗെറ്റ് ദ മെറ്റീരിയൽ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലെവൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു മിനിമം ലെവൽ എന്ന് പറഞ്ഞില്ലേ,
അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റീച്ച് എ സർട്ടൻ ഫിഗറിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ തന്നെ ഫ്രഷ് ഓർഡർ സെൻഡ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈപ്പ് ഓഫ് ലെവലാണ് റീ ഓർഡർ ലെവൽ. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഓർഡർ പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഓർഡർ നമ്മൾ വിട്ടുകൊടുത്തിട്ടിരിക്കും. ആ ഒരു ലെവലാണ് റീ ഓർഡർ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഓർഡർ ഇസ് സെൻഡ് ബിഫോർ ദ മെറ്റീരിയൽസ് റീച്ച് മിനിമം സ്റ്റോക്ക് ലെവൽ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ നമ്മളൊരു മിനിമം സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. ആ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ഫ്രഷ് ഓർഡർ സെൻഡ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു മിനിമം ലെവലിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫ്രഷ് ഓർഡർ വരുള്ളൂ. എങ്കിൽ മാത്രമല്ലേ നമ്മുടെ വർക്കിംഗ് സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. സോ ആ ഒരു ലെവലാണ് റീ ഓർഡർ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Reorder level or the ordering level is fixed between minimum level and maximum level. So മിനിമം ലെവലിൻ്റെയും മാക്സിമം ലെവലിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ലെവലാണ് റീഓർഡർ ലെവൽ എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റ് കൊണ്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റോക്ക് ലെവലിൽ നമ്മളിപ്പോൾ മിനിമം ലെവലിൽ നോക്കി. മിനിമം ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ നമ്മൾ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് മിനിമം ലെവൽ. റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് മിനിമം ലെവലിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടുത്ത ഓർഡർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഫ്രഷ് ഓർഡറിനെയാണ് റീഓർഡർ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്സിമം ലെവലാണ്. മാക്സിമം ലെവൽ ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ബിയോണ്ട് which a firm should not exceed its stock. മാക്സിമം ഒരു ലെവൽ കഴിഞ്ഞാൽ നമ്മൾ ഓവർ സ്റ്റോക്കിംഗ് ആവരുത് എന്ന് പറയുന്ന ഒരു ലെവലാണ് മാക്സിമം ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ബിയോണ്ട് വിച്ച് എ ഫേം ഷുഡ് നോട്ട് എക്സീഡ് ഇറ്റ് സ്റ്റോക്ക്. അവരുടെ സ്റ്റോക്ക് അതിന് മുകളിലായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഓവർ സ്റ്റോക്കിംഗ് ആയിട്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മൾക്ക് അതും വലിയ പ്രോബ്ലം ആവും. നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വളരെയധികം ഹൈ ആയിരിക്കും. സോ ആ ഒരു ലെവൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ലെവൽ എന്ന് പറഞ്ഞ ഒരു ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ലെവൽ, ദാറ്റ്സ് ഡേഞ്ചർ ലെവൽ. It is the level beyond which the material should not fall in any case. If danger level arises, then immediate step should be taken to replenish the stock, even if more cost is incurred in arranging the material. So, ഡേഞ്ചർ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ദ ലെവൽ ബിയോണ്ട് വിച്ച് ദ മെറ്റീരിയൽ ഷുഡ് നോട്ട് ഫോൾ ഇൻ എനി കേസ്. ഒരു കാരണം വെച്ചാലും ഒരു നെഗറ്റീവ് എന്നുള്ള രീതിക്ക് പോവാതെ ഇരിക്കുന്ന ഒരു ലെവലാണ് ഡേഞ്ചർ ലെവൽ. അത് നമ്മൾ ഭയങ്കരമായിട്ട് കീനായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡേഞ്ചർ ലെവലിലേക്ക് പോകും. ഓക്കെ, പിന്നെ ഈ ഒരു സെക്ഷനിൽ വരുന്ന ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ആവറേജ് സ്റ്റോക്ക് ലെവലാണ്. ആവറേജ് സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി. നമ്മൾ നേരത്തെ നോക്കിയത് റീ ഓർഡർ ലെവലാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയത് ഇവിടെ വന്നിരിക്കുന്നത് ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈക്വൽ ടു മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, ഈ ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, പിന്നെ ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ, പിന്നെ ആവറേജ് സ്റ്റോക്ക് ലെവൽ ആൻഡ് റീഓർഡർ ലെവൽ, ഇതിന് എല്ലാത്തിനും ഫോർമുലാസ് ഉണ്ട്. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൂൾ ആൻഡ് ടെക്നിക് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് സേഫ്റ്റി സ്റ്റോക്സ് എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞു മിനിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം, റീഓർഡർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം, മാക്സിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ കുറച്ച് ലെവലിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റോക്ക് ലെവൽ ഇനി വരുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ ഇനി വരുന്ന ടൂളാണ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റോക്ക് സേഫ്റ്റി സ്റ്റോക്ക്. സേഫ്റ്റി സ്റ്റോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് മിനിമം ലെവലിനെ അല്ല, അതൊരു ഡിഫറെൻറ്റ് സ്റ്റോക്കാണ്. സേഫ്റ്റി സ്റ്റോക്ക് ഇസ് എ ബഫർ ടു മീറ്റ് any or some unanticipated ഇൻക്രീസ് ഇൻ എ യൂസേജ്. നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത ടൈമിൽ പെട്ടെന്ന് നമുക്കൊരു യൂസേജ് വന്നു, പെട്ടെന്ന് നമുക്ക് കുറച്ച് മെറ്റീരിയൽസിൻ്റെ ആവശ്യം വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മെറ്റീരിയൽസിന് ഭയങ്കരമായിട്ട് എമൗണ്ട് കൂടി, അപ്പോൾ നമ്മൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു പക്ഷം നമ്മൾക്ക് ഇതുപോലെ ഒരു സേഫ്റ്റി സ്റ്റോക്ക് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഡിറ്റർമിനേഷൻ ഓഫ് സേഫ്റ്റി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇതൊരു ബഫറാണ് ടു മീറ്റ് സം ആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസ് ഇൻ യൂസേജ്. നമുക്ക് പെട്ടെന്നൊരു യൂസേജിൻ്റെ എഫക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ എഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു
സ്റ്റോക്കാണ്, അല്ലെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ഡിറ്റർമിനേഷൻ ഓഫ് സേഫ്റ്റി സ്റ്റോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, ദാറ്റ് ഇസ് ഓർഡറിങ് സിസ്റ്റം ഓഫ് ഇൻവെൻട്രി. ഓർഡറിങ് സിസ്റ്റം ഓഫ് ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെൻട്രി ഓർഡർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ എന്തിനൊക്കെയാണ് നോക്കിയിട്ടാണ് നെക്സ്റ്റ് ഓർഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അതിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ഞാനിവിടെ ആഡ് ഓൺ ചെയ്യാം. ആവറേജ് കൺസംഷൻ റേറ്റ്, നമ്മൾ എത്രത്തോളമാണ് ആവറേജ് കൺസംഷൻ റേറ്റ് ആയിട്ട് നോക്കുന്നത്. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ലീഡ് ടൈം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു പർച്ചേസിങ് ഫേമിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു പ്രോസസ്സും എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ അവർ പറയും ഒരു 7 days ഗ്യാപ്പ് ഇട്ടായിരിക്കും നമ്മളുടെ സ്റ്റോക്ക് വരുന്നത് എന്ന് പറയില്ലേ, അത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ റീ ഓർഡർ ക്വാണ്ടിറ്റി, അത് ഞാൻ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളൊരു ടേം. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഓർഡറിങ് സിസ്റ്റം ഓഫ് ഇൻവെൻട്രിയിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ്. വെൻ ഇൻവെൻട്രി ഇസ് ഡിപ്ലീറ്റഡ് ടു ലീഡ് ടൈം കൺസംഷൻ ദ ഓർഡർ ഷുഡ് ബി പ്ലേസ്ഡ്. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഓർഡറിങ് സിസ്റ്റം ഓഫ് ഇൻവെൻട്രിയിൽ നോക്കേണ്ട കാര്യം. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ആൻഡ് വിച്ച് ഇസ് വെരി മസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഈ ഒരു സെക്ഷനിൽ നിന്ന് പല പ്രാവശ്യം പ്രോബ്ലമാറ്റിക്കായിട്ടും തിയറിറ്റിക്കായിട്ടും ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആൻഡ് ദ ടേം ഇസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. EOQ എന്നും ഈ ഒരു ടേമിനെ വിളിക്കും. ഓക്കെ, a decision about how much to order has significant in inventory management. എത്രത്തോളമാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടേ എന്നൊരു പോയിൻ്റാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ പറയുന്നത്. ഓക്കെ, സോ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇസ് ദ സൈസ് ഓഫ് ദ ലോട്ട് ടു ബി പർച്ചേസ്ഡ് വിച്ച് ഇസ് എക്കണോമിക്കലി വയബിൾ. നമ്മൾക്ക് എക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സൈസായിരിക്കും നമ്മൾ മേടിക്കുന്നത് അല്ലേ. ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി പർച്ചേസ്ഡ് അറ്റ് മിനിമം കോസ്റ്റ്. മിനിമം കോസ്റ്റിലായിരിക്കും നമ്മൾ ഈ ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മേടിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് ദ ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഓർഡറിങ് കോസ്റ്റ്. ഈ ഒരു എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയിൽ വരുന്ന 2 ഹീറോസാണ് ഓർഡറിങ് കോസ്റ്റും അതുപോലെ തന്നെ ക്യാരിങ് കോസ്റ്റും. ഈ 2 കോസ്റ്റും എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും വളരെ ഫെമിലിയർ ആയിരിക്കും എന്ന് എനിക്കറിയാം. ഈവൻ ദോ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ വരുന്ന ഒരു മെയിൻ ഹീറോസ് എന്ന് പറയാം ഈ ഒരു ഓർഡറിങ് കോസ്റ്റും അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റും. ഓക്കെ, സോ ആദ്യം നമുക്ക് ഓർഡറിങ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദ കോസ്റ്റ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് പർച്ചേസിങ് ഓർ ഓർഡറിങ് ദ മെറ്റീരിയൽ. നമ്മൾ ഒരു കോസ്റ്റ് നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ബെയർ ചെയ്യേണ്ട കോസ്റ്റാണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനുള്ള ഇപ്പോൾ എക്സാമ്പിൾസ് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റേഷനറി കോസ്റ്റ്, ടൈപ്പിംഗ് കോസ്റ്റ്, പോസ്റ്റേജ്, ടെലിഫോൺ ചാർജ്, ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കുറച്ച് കോസ്റ്റ് അല്ലേ അത്. പിന്നെ അതിൽ വരുന്നത് തന്നെയാണ് ഇൻസ്പെക്ഷൻ കോസ്റ്റ് ഓഫ് ഇൻകമ്മിങ് മെറ്റീരിയൽ. കുറച്ച് മെറ്റീരിയൽസ് വന്നു, അതിന് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട കോസ്റ്റാണ് ഇൻസ്പെക്ഷൻ കോസ്റ്റ്. പിന്നെ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്. അങ്ങനെയുള്ള കുറച്ച് കോസ്റ്റാണ് ഓർഡറിങ് കോസ്റ്റിൽ വരുന്നത്. ഇനി ക്യാരിയിങ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ കോസ്റ്റ് ഫോർ ഹോൾഡിംഗ് ദ ഇൻവെൻട്രി. ഇൻവെൻട്രീസ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ബെയർ ചെയ്യേണ്ടി വരുന്ന കുറച്ച് കോസ്റ്റാണ് ക്യാരിയിങ് കോസ്റ്റിൽ വരുന്നത്. ദ കോസ്റ്റ് വിൽ നോട്ട് ബി ഇൻകേർഡ് ഇഫ് ദ ഇൻവെൻട്രീസ് ആർ നോട്ട് ക്യാരിഡ്. ഇപ്പോൾ ക്യാരീഡ് ചെയ്യേണ്ട ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാരിയിങ് കോസ്റ്റ് എന്ന കോസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾ, കോസ്റ്റ് ഓഫ് സ്പോയിലേജ് ഇൻ ഹാൻഡ്ലിങ് ഓഫ് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്ന ടൈമിൽ കുറച്ച് സ്പോയിലേജ് വന്നു, അതിൻ്റെ കോസ്റ്റ്, ഇൻഷുറൻസ് കോസ്റ്റ്, പിന്നെ കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് വിച്ച് കുഡ് ബി യൂസ്ഡ് ഫോർ സം അതർ പർപ്പസ്, അല്ലെങ്കിൽ ലോസ് ഓഫ് മെറ്റീരിയൽ ഡ്യൂ ടു ഡിറ്റോറിയേഷൻ ഓർ ഒബ്സലൻസ്. അങ്ങനെ വരുന്ന കുറച്ച് കോസ്റ്റാണ് ക്യാരിയിങ് കോസ്റ്റിൽ വരുന്നത്. ആൻഡ് നിങ്ങൾ ഈ ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട 3 പോയിൻറ്റ്സ് ഉണ്ട്. അതായത് അസംഷൻസ് ഓഫ് EOQ. അതിൽ വരുന്ന 3 അസംഷൻസ് ഇതാണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഇസ് സാറ്റിസ്ഫാക്ടറി. ഗുഡ്സിൻ്റെ സപ്ലൈ സാറ്റിസ്ഫാക്ടറി ആയിരിക്കണം. ദ ഗുഡ്സ് ക്യാൻ ബി പർച്ചേസ്ഡ് വെൻ എവർ ദീസ് ആർ നീഡഡ്. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻറ്റ്, ക്വാണ്ടിറ്റി ടു ബി പർച്ചേസ്ഡ് ബൈ ദ കൺസേൺ ഇസ് സർട്ടൻ. ക്വാണ്ടിറ്റി എപ്പോഴും സർട്ടൻ ആയിരിക്കണം. പിന്നെ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആർ സ്റ്റേബിൾ. ഇറ്റ് റിസൾട്ട്സ് ടു സ്റ്റെബിലൈസ് ക്യാരിയിങ് കോസ്റ്റ്. സോ പ്രൈസസ് ഓഫ് ദ ഗുഡ്സ് ആർ സ്റ്റേബിൾ, ക്വാണ്ടിറ്റീസ് എപ്പോഴും സർട്ടൻ ആയിരിക്കണം.
സപ്ലൈ ഓഫ് ദ ഗുഡ്സ് എപ്പോഴും സാറ്റിസ്ഫാക്ടറി ആയിരിക്കണം. ഓക്കെ, ഇനി ദ മെയിൻ ഹീറോ ഓഫ് ദിസ് സെഷൻ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിക്ക് ഒരു ഫോർമുലയുണ്ട്. നിങ്ങൾക്കറിയാം പല പ്രാവശ്യം EOQൻ്റെ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്: √2AS ഡിവൈഡഡ് ബൈ I കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് ആണെങ്കിൽ A കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആനുവൽ കൺസംഷൻ ആണ്, ആൻഡ് S എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ഓർഡറിങ് കോസ്റ്റ്. OS എന്ന് ഓർത്താൽ മതി, ഓർഡറിങ് കോസ്റ്റ്, അല്ലെങ്കിൽ 2AO ഡിവൈഡഡ് ബൈ C എന്നായാലും നിങ്ങൾക്ക് എഴുതാം, നോ മാറ്റേഴ്സ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, ദാറ്റ് ഇസ് ABC അനാലിസിസ്. ABC അനാലിസിസിൻ്റെ ഫുൾ ഫോം പല പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഇത് പഠിക്കണം. ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാണ് ABC എന്ന ടേമിൻ്റെ ഫുൾ ഫോം. സോ ഇതിൽ വരുന്ന 3 കാറ്റഗറി ഓഫ് ഗുഡ്സ് ആണ്: A കാറ്റഗറി, B കാറ്റഗറി ആൻഡ് C കാറ്റഗറി. ഈ A കാറ്റഗറി എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ 10% ഓഫ് ഐറ്റംസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 70% വാല്യൂ ഓഫ് കൺസംഷനാണ്. അതായത് 10% ഐറ്റംസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ടായിട്ട് കിട്ടുന്നത് 70% വാല്യൂ ഓഫ് കൺസംഷനാണ്. ഇപ്പോൾ B കാറ്റഗറി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 20% ഓഫ് നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടാവും, നമുക്ക് വാല്യൂ ഓഫ് ഐറ്റംസ് ആയിട്ട് കിട്ടുന്നത് 20% തന്നെയായിരിക്കും. പക്ഷേ C കാറ്റഗറി ഉണ്ട്, 70% ഓഫ് ഐറ്റംസ് കൊടുത്താലും നമുക്ക് 10% ഓഫ് ഐറ്റംസേ കിട്ടുള്ളൂ എന്നുള്ളത്. സോ എപ്പോഴും നമുക്ക് വേണ്ടത് ഓൾവേസ് ബെറ്റർ കൺട്രോൾ. ആദ്യം കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് Aക്ക് തന്നെയായിരിക്കും. കാരണം 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എത്ര കിട്ടുന്നത്? 70 ആണ്, റൈറ്റ്? അതുകൊണ്ട് തന്നെ A കാറ്റഗറിക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം A കാറ്റഗറിയിലാണ് ഗ്രേറ്റർ മോണിറ്ററി അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞായിരിക്കും പിന്നെ B, ദെൻ ഓൺലി വി വിൽ ബി ഹാവിങ് എ കൺട്രോൾ ഓൺ C. ഓക്കെ, സോ ABC അനാലിസിസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾവേസ് ബെറ്റർ കൺട്രോൾ നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്പർ ഓഫ് ഐറ്റംസ് ചിലപ്പോൾ നമുക്കൊരു 10% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 70% റിസൾട്ട് കിട്ടും. ഇപ്പോൾ സെക്ഷൻ B നോക്കിക്കഴിഞ്ഞാൽ 20% കൊടുത്ത് 20% നമുക്ക് തിരിച്ചു കിട്ടും. അതൊരു ബെറ്റർ സ്റ്റേറ്റ് ആണ്. പിന്നെ C എന്ന് പറയുമ്പോൾ അതൊരു കൺട്രോൾ ചെയ്യേണ്ട സ്റ്റേറ്റ് തന്നെയാണ്. കാരണം 70% നമ്മൾ കൊടുത്തിട്ട് നമുക്ക് റിസൾട്ടായിട്ട് 10% കിട്ടുള്ളൂ എങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഏരിയ തന്നെയാണ്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്ന് പറയുന്നത് ABC അനാലിസിസിന്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന അനാലിസിസ് എന്ന് പറയുന്നത് VED കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ എന്നാണ്. ഈ വെഡ് അനാലിസിസ് എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്യുന്നത് സ്പെയർ പാർട്സിനെയാണ്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ സ്പെയർ പാർട്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സ്പെയർ പാർട്സിനെ നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. വൈറ്റൽ എന്ന് പറയുമ്പോൾ വൈറ്റൽ ഇൻഫർമേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിനാണ് വൈറ്റൽ സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. വൈറ്റൽ സ്പെയർസ് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് സ്പെയർ പാർട്സ് ആയിരിക്കും. അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്പെയർ പാർട്സ് ആയിരിക്കും നമ്മൾ വൈറ്റൽ സ്പെയർസ് എന്ന് പറഞ്ഞ് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എസെൻഷ്യൽസ് ആവശ്യമാണ് എന്നാൽ ആവശ്യമില്ല എന്നുള്ള രീതിയാണ് എസെൻഷ്യൽസ്. ഡിസൈറബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് വല്ലപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യം. ഓക്കെ, സോ വെഡ് അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടി ടോപ്പിക്കാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്ന് എനിക്കറിയാം. ഈവൻ ദോ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മുടെ വൺ ഓഫ് അവർ സ്റ്റുഡൻറ്റ് ചോദിച്ചതും കൂടി കൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നിങ്ങൾ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയാം. സോ ഞാൻ അതിൻ്റെ ആ ഒരു ഫോർമുല വേഗം ഒന്ന് പറഞ്ഞു പോകാം. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോൻ്റെ ഫോർമുല വരുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി അറ്റ് കോസ്റ്റ്, അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. ആൻഡ് ഇൻവെൻട്രി കൺവേർഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഈ ഒരു ക്വസ്റ്റ്യൻ
എക്സ്പെക്റ്റ് ചെയ്തോ? ഇത് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് എക്സ്പെക്റ്റ് ചെയ്തോ എന്ന് പറയുന്നത്. ഇൻവെൻട്രി കൺവേർഷൻ പീരീഡ് എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയണ്ടാവും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ് ആവറേജ് ഇൻവെൻട്രി അറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ എല്ലാ സ്റ്റുഡൻസിനും കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷൻ ഇൻവെൻട്രി കൺവേർഷൻ പീരീഡ് എന്നുള്ളതാണ്. കാരണം ക്വസ്റ്റ്യനിൽ ആകെ നമുക്ക് തന്നിട്ടുണ്ടാവുന്നത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആയിരിക്കും. ചിലപ്പോൾ ഒരു 4 ചിലപ്പോൾ ഒരു 3 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തന്നിരിക്കുന്നത്. കൺവേർഷൻ പീരീഡ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ 365 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 4 ആണ് തന്നിരിക്കുന്നതെങ്കിൽ 365 ഡിവൈഡഡ് ബൈ 4 എന്നായിരിക്കും. അതല്ല, ഇപ്പോൾ നമ്മൾ 12 മന്ത്സിൻ്റെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എങ്കിൽ 12 ഡിവൈഡഡ് ബൈ 4, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3. അതാണ് ഇൻവെൻട്രി കൺവേർഷൻ പീരീഡ് എന്ന് പറയുന്ന പീരീഡ്. സോ ഐ ഹോപ്പ് ദിസ് ടോപ്പിക് ഇസ് ഓൾ ക്ലിയർ ടു യു. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ പറഞ്ഞ പോയിൻ്റ് കുറച്ച് പേർക്ക് അറിയാതെ പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് ഇതൊന്ന് നോക്കിക്കോളൂ എന്ന് പറയുന്നത്, റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 പോയിൻറ്റ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മച്ച് ഇൻട്രസ്റ്റോടു കൂടി തന്നെ ഈ 2 പോയിൻറ്റ്സ് നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റമാണ്. പിന്നെ വരുന്നത് JIT ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം. JIT എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം. പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റമാണ് നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത്. പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കെടുക്കുക എന്ന് പറയില്ലേ, ആ സെയിം സംഭവം തന്നെയാണ്. സ്റ്റോക്ക് ടേക്കിംഗ് മേ ബി ഐദർ ബി ഡൺ ആനുവലി ഓർ കണ്ടിന്യൂസ്ലി. ചിലപ്പോൾ ഇയർലി ബേസ് ചെയ്തായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഡേ ടു ഡേന്നോ ഇല്ലെങ്കിൽ വീക്ക്ലി ബേസിസിലോ മന്ത്ലി ബേസിസിലോ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, schedule is prepared for stock taking of various bin. അതായത് സ്റ്റോർ റൂമിൽ ഓരോ ബിൻസ് ഉണ്ടാവും. ഓക്കെ, ഓരോ ബിൻസിലായിരിക്കും ചിലപ്പോൾ അവർ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുന്നത്. ഓരോ ബിന്നും അവർ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് ആ ബിന്നിൽ അവർ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ ആ സ്റ്റോക്സ് ഉണ്ടോ എന്ന് അവരും ചെക്ക് ചെയ്യും. ഓരോ ബിന്നിനും അതിൻ്റെ മുകളിൽ തന്നെ ബിൻ കാർഡ് ആയിട്ട് ഒരു കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ ബിൻ കാർഡിൽ പറയുന്ന പോലെ തന്നെയാണോ ഗുഡ്സ് അവിടെ ഉള്ളത്? ഇപ്പോൾ 50 ഗുഡ്സ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 50 ഗുഡ്സ് അവിടെ ഉണ്ടോ എന്ന് അവർ റാൻഡമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ സം അതർ ബിൻ ഇസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. അങ്ങനെ മാറി മാറി ചിലപ്പോൾ ഒരു ഫസ്റ്റത്തെ എടുക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞ് ഒരു 6th ബിന്നായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു റാൻഡമായിട്ട് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിനെയാണ് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. പേഴ്സണൽ അസോസിയേറ്റഡ് വിത്ത് സ്റ്റോർ കീപ്പിംഗ് ഇസ് നോട്ട് told of the stock taking program because store room are chosen random. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റൂമിൽ കയറി ഓരോ ബിന്നിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ ചിലപ്പോൾ ഒരു 100 അല്ലെങ്കിൽ 50 150 റൂംസ് ചിലപ്പോൾ ഉണ്ടാവും. അതും അവർ റാൻഡമായിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം പിൻ കാർഡ് ചെക്ക് ചെയ്യും, സ്റ്റോഴ്സ് ലെഡ്ജർ ചെക്ക് ചെയ്യും, ക്വാണ്ടിറ്റിയും എല്ലാം അവർ ക്രോസ് ചെക്ക് ചെയ്യും. ഇതാണ് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിൽ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി എന്ന സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണോ 0യിലേക്ക് എത്തുന്നത് അപ്പോൾ തന്നെ നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആക്കും. ഈ ഒരു പ്രോസസ്സാണ് ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച്. ഈ ഒരൊറ്റ സെൻറ്റൻസ് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈം നിങ്ങൾക്ക് എപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നാലും സൂപ്പറായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഇൻ ടൈം ആ പറയുന്ന പോലെ തന്നെ അപ്പോൾ തന്നെ നമുക്ക് സ്റ്റോക്സ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതിനെയാണ് ജസ്റ്റ് ഇൻ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഇൻ ടൈം കൺട്രോൾ സിസ്റ്റം ഇൻവോൾവ് purchase of material in such a way that delivery of purchased material is assured just before their use or demand. എപ്പോഴാണോ നമുക്ക് വേണ്ടത് അതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് ആ ഒരു മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുന്ന ആ ഒരു ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റത്തിനെയാണ് ജസ്റ്റ് ഇൻ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ് റൈറ്റ് നൗ ബാലൻസ് മെത്തേഡ്സ് അല്ലെങ്കിൽ ബാലൻസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അപ്കമിങ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ്. Let's see in the next video. Till then, work hard and study well. And ഒരു കാര്യം ഞാൻ ആഡ് ഓൺ ചെയ്തോട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മാഡം ക്ലാസ് എടുത്താൽ കൊള്ളാം, ഞങ്ങൾക്കത് ആവശ്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളുടെ പോസ്റ്റിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോയിട്ടൊന്ന് പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് യൂട്യൂബ് ചാനലിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ പോയി കമൻറ്റ് ചെയ്താലും വി വിൽ ബി ഡെഫിനറ്റ്ലി പുട്ടിങ് ദാറ്റ് പെർട്ടിക്കുലർ വീഡിയോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം commercebytes24@gmail.com എന്നുള്ളതാണ് നമ്മളുടെ ഇമെയിൽ ID. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.